ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ഒരു PSC ഉദ്യോഗാർത്ഥിയാണ്. അപ്പം ഞാൻ PSC പഠിക്കുമ്പം ചില ട്രിക്സുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇപ്പം കറണ്ട് അഫേഴ്സിലൊക്കെ ആണെങ്കിൽ PSC എന്നൊരു 20 മാർക്സ് ചോദ്യം ചോദിക്കാറുണ്ടല്ലേ. അപ്പം കറണ്ടായിട്ടുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഇന്ന് നോബൽ പ്രൈസ് കിട്ടിയവർ, നമ്മുടെ 2025 നോബൽ പ്രൈസ് കിട്ടിയവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. രസതന്ത്രത്തിലും ഭൗതിക ശാസ്ത്രത്തിലും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഇവരുടെ പേരും അവരുടെ സ്ഥലവും പറയും. പിന്നെ അവർക്ക് എന്തിനു വേണ്ടിയാണ് ആ പുരസ്കാരം കിട്ടിയെന്നും പറയും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു കോഡാക്കും. ഈ കോഡ് ഓർത്തിരുന്നാൽ നമുക്കിത് പുഷ്പം പോലെ മനസ്സിലാകും. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് രസതന്ത്ര ശാസ്ത്രത്തിന് 2025 നോബൽ പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. ഒന്നാമത്തെ ആള് സുസുമ കിറ്റാഗാവ, ജപ്പാനിൽ നിന്നുള്ള ആളാണ്. ഓസ്ട്രേലിയയിൽ നിന്നും റിച്ചാർഡ് റോബ്സൺ, US നിന്നും ഒമറം യാഗി. ഒന്നുകൂടെ പറയാം, ജപ്പാനിൽ നിന്ന് സുസുമ കിറ്റാഗാവ, ഓസ്ട്രേലിയയിൽ നിന്നും റിച്ചാർഡ് റോബ്സൺ, US നിന്നും ഒമറം യാഗി. അപ്പോൾ ഇവർക്ക് എന്തിനു വേണ്ടിയാണ് കിട്ടിയെന്ന് നമുക്കറിയണ്ടേ? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ എന്നറിയപ്പെടുന്ന പുതുതരം രാസഘടനകൾ കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് പുരസ്കാരം കിട്ടിയത്. അപ്പൊ ഇത് നമുക്കൊരു കോഡായിട്ട് പഠിക്കാം. കോഡ് രസകരമാണ്, ചിലപ്പോൾ ചളിയായിട്ടൊക്കെ തോന്നും, എന്നാലും ഇത് യൂസ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിൽ നിൽക്കും. ജപ്പാനിൽ നിന്നുള്ള സുസുമ കിറ്റുമായി ഓസ്ട്രേലിയയിലുള്ള റിച്ചാർഡിനെ കാണാൻ പോയപ്പോൾ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുമായി ഒരു യോഗി US നിന്നും അവരെ കാണാൻ വന്നു. എളുപ്പമല്ലേ? ഓർത്തിരിക്കാം. ജപ്പാനിൽ നിന്നുള്ള സുസുമ കിറ്റുമായി ഓസ്ട്രേലിയയിലുള്ള റിച്ചാർഡിനെ കാണാൻ പോയപ്പോൾ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുമായി ഒരു യോഗി US നിന്നും അവരെ കാണാൻ വന്നു. ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ്. കിറ്റുമായി എന്ന് ഓർക്കുമ്പോൾ നമുക്ക് എന്തോർക്കാം? കിറ്റാഗാവ എന്ന പേരോർക്കാം. പിന്നെ യോഗി, US നിന്നുമുള്ള യോഗി അവരെ കാണാൻ വന്നു എന്ന് പറയുമ്പം ആ യോഗി എന്നുള്ളത് ആരുടെ പേരാണ്? യാഗി, ഒമറം യാഗി എന്ന് ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ യോഗി എന്ന് ചേർത്തത്. നമുക്ക് ഒരുമിച്ച് ആ കോഡൊന്ന് പറഞ്ഞു നോക്കിയാലോ. ജപ്പാനിൽ നിന്നുമുള്ള സുസുമ കിറ്റുമായി ഓസ്ട്രേലിയയിലുള്ള റിച്ചാർഡിനെ കാണാൻ പോയപ്പോൾ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുമായി ഒരു യാഗി US നിന്നും അവരെ കാണാൻ വന്നു. ഇനി അടുത്തത് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച 3 പേരെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് UK നിന്ന് വന്ന ജോൺ ക്ലാർക്ക്, ഫ്രാൻസിൽ നിന്നുമുള്ള മിഷേൽ H. ഡെവററ്റ്, അമേരിക്കയിൽ നിന്നുമുള്ള ജോൺ M. മാർട്ടിനിസ്. ഒന്നുകൂടെ, UK നിന്നുള്ള ജോൺ ക്ലാർക്ക്, ഫ്രാൻസിൽ നിന്നുമുള്ള മിഷേൽ H. ഡെവററ്റ്, അമേരിക്കയിൽ നിന്നുമുള്ള ജോൺ M. മാർട്ടിനിസ്. ഇവർക്ക് ക്വാണ്ടം മെക്കാനിക്കൽ പ്രതിഭാസങ്ങൾ തെളിയിച്ച വൈദ്യുതി സർക്യൂട്ടിലെ പരീക്ഷണങ്ങൾക്കാണ് എന്ത് കിട്ടിയത്? പുരസ്കാരം ലഭിച്ചത്. ക്വാണ്ടം മെക്കാനിക്കൽ പ്രതിഭാസങ്ങൾ തെളിയിച്ച വൈദ്യുതി സർക്യൂട്ടിലെ പരീക്ഷണങ്ങൾക്കാണ് ഇവർക്ക് എന്ത് പുരസ്കാരം ലഭിച്ചത്. അപ്പം ഇതിന് നമുക്കൊരു കോഡ് ഉണ്ടാക്കാം. UK നിന്നുമുള്ള ക്ലാർക്കായ ജോൺ, ഓക്കെ, UK നിന്നുമുള്ള ക്ലാർക്കായ ജോൺ. ഇവിടെ എന്ത് മനസ്സിലാക്കാം? ജോൺ ക്ലാർക്കിനെ നമുക്ക് ഓർക്കാം. ഡവറി വാങ്ങിച്ച് മിഷേൽ എന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. മിഷേൽ H. ഡെവററ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡവറി എന്ന് പറയുമ്പോൾ എന്താണ്? സ്ത്രീധനം. ഡവറി വാങ്ങിച്ച് കല്യാണം കഴിച്ചു, അതിനെ നമുക്ക് ഡെവററ്റ് എന്ന് ഓർത്തെടുക്കാം. അവളുടെ മാതാപിതാക്കന്മാരായ അമേരിക്കയിൽ നിന്നുള്ള ജോണും മാർട്ടിനിസും ക്വാണ്ടം മെക്കാനിക്കൽ പ്രതിഭാസങ്ങൾക്ക് പുരസ്കാരം ലഭിച്ചവരായിരുന്നു. ജോണും മാർട്ടിനിസും, ജോണും മാർട്ടിനിസിനെ ഓർക്കാനായിട്ടാണ് ജോണും മാർട്ടിനിസും ക്വാണ്ടം മെക്കാനിക്കൽ പ്രതിഭാസങ്ങൾക്ക് പുരസ്കാരം നേടിയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓക്കെ അല്ലേ? ഈ 2 കോഡ് ഓർത്തിരിക്കുക. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.